ഹലോ, ഏവർക്കും മാർഷയും സാധിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്കേട്ടു. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല പറയാൻ പോകുന്നത്. ജസ്റ്റ് നമ്മുടെയൊക്കെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് വരുന്ന ചില മാറ്റങ്ങൾ, ആ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റു സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കുന്ന വിശ്വാസത്തോടെ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവൻ കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും വീഡിയോ അയക്കാനും വേണ്ടി ശ്രമിക്കുക. ഞാൻ പറയാൻ വരുന്നത് നമ്മുടെ ഈ മുഖത്ത് കാണുന്ന ആ ഒരു ചിരി എന്നുള്ള കാര്യമാണ്. നമ്മളൊക്കെ ചിരിക്കാൻ മടിയുള്ളവരാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അല്ല. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചിരിക്കാൻ, നമുക്ക് ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കാൻ. പക്ഷേ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കുറഞ്ഞ് വരികയാണ്. ഈ ഒരു ടോപ്പിക്ക് ആക്ച്വലി ഒരു വലിയ ടോപ്പിക് അല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പക്ഷേ ഇത് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഗ്രാജുവലി ഒരു ചേഞ്ച് വരുന്നുണ്ടോ എന്ന് ഞാൻ എപ്പോഴും സംശയിക്കാറുണ്ട്. കാരണം എനിക്കതിൽ ആകുലതയുണ്ട്. കാരണം ഞാൻ ഒത്തിരി ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു, എന്നെ അറിയാവുന്നവർക്ക് അറിയാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ചിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ചിരിക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചിരി അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആൾക്കാർ ചിരിക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ നമ്മുടെ ഇന്നലത്തെ കണ്ടന്റ് വേണ്ടി, അതായത് അമേരിക്കയുടെ ട്രംപിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാതെ അതുകൂടെ കാണണം. അപ്പോൾ അതിനുവേണ്ടി വിവരങ്ങളൊക്കെ തിരക്കിയ സമയത്ത് ഞാനിങ്ങനെ ജർമ്മനിലുള്ള എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ആൾക്കാർ ചിരിക്കുന്നത് പോലും വളരെ കുറവാണ്. കൊച്ചുകുട്ടികൾ കരയാറ് പോലും പൊതുവേ ഇല്ല. അതായത് കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പൊടിക്കുഞ്ഞുങ്ങളല്ല, ഇച്ചിരി ഒരു മുതിർന്നിട്ട് പിള്ളേരെ കരയാറ് പോലും ഇല്ല പൊതുവേ. ആൾക്കാരൊക്കെ ഒരു പാവകളെ പോലെയാണ് എന്ന് പറയുന്നത്. ഒരു 90% ആൾക്കാരും ഇമോഷൻ അവർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് അവർക്ക് ജീവിക്കുന്നത്. അവർ വളരെ ടെൻഷനും ഇങ്ങനെ ഡിപ്രഷനും അങ്ങനെയുള്ളൊരു മോഡിലേക്കാണ്, ഡിപ്രഷൻ മോഡ് എന്ന് പറയുന്നൊരു മോഡിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കൊറോണയ്ക്ക് ശേഷം വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. ആക്ച്വലി കൊറോണ എന്നുള്ളൊരു സംഭവം ലോകത്തെ ഭയങ്കരമായിട്ട് ഒലച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരുപാട് വലിയ ടെക്നോളജി തരംഗങ്ങൾ പോലും കൊറോണയ്ക്കുണ്ടായി. മൊബൈലിൽ കൈകൊണ്ട് തൊട്ടിട്ടില്ല, ടച്ച് സ്ക്രീനിൽ ഞാനൊന്ന് ഉപയോഗിക്കത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ടച്ച് സ്ക്രീനും പഠിച്ചു, ഫേസ്ബുക്കും പഠിച്ചു, വാട്സപ്പും പഠിച്ചു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് എല്ലാം വന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്ക് പരിചയത്തിലുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളും തീർച്ചയായിട്ടും ഈ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട്, ഇങ്ങനെ കുറേ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ തിരക്കുകളും ഡിപ്രഷനുകളും ഒക്കെ കൂടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ പത്രം എടുത്താലും സോഷ്യൽ മീഡിയ എടുത്താലും നമ്മളങ്ങനെ സറൗണ്ടിങ്സിലുള്ള എന്ത് സംഭവം എടുത്താലും നമ്മളുടെ ആളുകളിൽ, നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളിൽ ഒരുപാട് ഈ ഒരു ദേഷ്യ പ്രവണത അല്ലെങ്കിൽ ഡിപ്രഷൻ പ്രവണത, കുറേ അങ്ങനെയുള്ള പ്രവണതകളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മളെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ കുഞ്ഞിലെ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ചേട്ടന്മാരും ഒക്കെ കാണും. സ്കൂളിലോടൊക്കെ പോകുന്ന വഴിക്ക് അമ്മമാരും ഒക്കെ കാണും. നമ്മളെ കളിയാക്കിയും ചിരിച്ചും കുശലാന്വേഷണം നടത്തിയുമൊക്കെയാണ് നമ്മൾ സ്കൂൾ വരെയും ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും ഒരു ആൾക്കാരിങ്ങനെ കാവലുണ്ട്, എങ്ങോട്ട് മാറിയാലും ആൾക്കാരിങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയുള്ള സംഭവം ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കൂടാതെ ഞാൻ ഈ ഒരു വിഷയത്തെപ്പറ്റി 2-3 ആൾക്കാരോട് തിരക്കി. അപ്പോൾ മറ്റുള്ളവരും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അവരാരും അങ്ങനെ ഇമോഷണൽ, അവരെല്ലാം പ്രൈവസി ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന, അവരവരുടെ പ്രൈവസി അവർ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് കടക്കില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ആൾക്കാരാണ് മറ്റുള്ള രാജ്യങ്ങളിൽ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇന്നലെ നമ്മുടെ ഒരു അയലത്ത് ഉള്ളൊരു വ്യക്തി നമ്മുടെ അമേരിക്കയിൽ നിന്ന് വന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പുറത്തെ വീട്ടിൽ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ അവർ ഒന്ന് ഇറങ്ങി നോക്കില്ല, ഇപ്പുറത്തുള്ളവരാരും ഇറങ്ങി നോക്കില്ല. അതായത് ഒരു ആംബുലൻസ് വന്നു, അവരാ രോഗിയെ എടുക്കുന്നു, അവർ കൊണ്ടുപോകുന്നു, ഏതാണോ എന്ന് പോലും നോക്കിയില്ല, അപ്പുറത്തുള്ളത് ആരാണെന്ന് പോലും വ്യക്തമായിട്ട് അറിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയായിരുന്നു. നമ്മുടെ ഇവിടെ ഒരാൾ സൈക്കിളിൽ റോഡിൽ കൂടെ പോയാൽ തന്നെ ആൾക്കാരൊക്കെ കൂടെ എന്താ അത് ചോദിക്കും. കാരണം നാട്ടിൻപുറത്തിൻ്റെ ആ ഒരു രീതി, പക്ഷേ ആ ഒരു നാട്ടിൻപുറത്തിൻ്റെ രീതി നമ്മുടെയൊക്കെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ പിന്തുടരണം എന്നല്ല ഞാൻ പറയുന്നത്. കാരണം നാട്ടിൻപുറത്തിൻ്റെ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു കുറേ കാര്യങ്ങളും ഉണ്ട്, എന്നാൽ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ചിരി എന്ന് പറയുന്നത്. നമ്മുടെ ചിരികൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം എന്നാന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെയൊക്കെ നമ്മുടെ ആ ഒരു മുൻപത്തെ ജനറേഷനൊക്കെ അല്ലെങ്കിൽ മുമ്പത്തെ കുറച്ച്
മുമ്പത്തെ ആൾക്കാരൊക്കെ ഇതുപോലെ തമാശകൾ പറയും, പൊട്ടിച്ചിരിക്കും. അവരുടെ ഇടയിൽ ഈ മൊബൈലൊക്കെ കുറവായിരുന്നു. അപ്പോൾ അവരുടെ തമാശകളും പൊട്ടിച്ചിരികളും ഒക്കെ ഇങ്ങനെ ഒരു കഥ തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ പറഞ്ഞാലും, മിലിറ്ററിയിൽ നിന്ന് വന്നവർ പറയുന്ന കഥകൾ, അവരെ കളിയാക്കുന്ന കളിയാക്കലുകൾ, അല്ലെങ്കിൽ മറ്റുള്ള ഗൾഫിൽ നിന്ന് വന്നവർ പറയുന്ന മറ്റുള്ള കഥകൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കഥകൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു നമ്മുടെ ഒരു നാട് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ആ കഥകൾ പറഞ്ഞാൽ അതിൽ നമ്മുടെ ഒരാളെ കളിയാക്കിയാൽ നമുക്കതിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് അയ്യേ ചളി എന്ന് പറഞ്ഞൊരു വാക്കായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വാക്കും തന്നെയാണ് അയ്യേ ചളി എന്ന് പറഞ്ഞൊരു വാക്ക്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നൊരു വാക്ക് അതായിരിക്കും. അതോടെ അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഇനി ഇവനെ കളിയാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇവനെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കണം എന്നല്ല. കളിയാക്കുന്നത് രണ്ട് തരത്തിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ഹാംഫുള്ളായിട്ട് വളരെ പർപ്പസ്ഫുള്ളി കളിയാക്കുന്ന ചില കളിയാക്കലുണ്ട്, അതിന് നോ പറഞ്ഞു തന്നെ നിർത്തണം. എന്നാൽ ചുമ്മാ തമാശക്കായിട്ട് പറഞ്ഞ കുഞ്ഞു 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 തമാശകൾ കാര്യങ്ങളുണ്ട്. അവർ ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് ആ ഒരു സംഘത്തെ അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന സംഘത്തെ ഒക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ട്. ശരിക്കും അങ്ങനെയുള്ള തമാശകൾ പോലും, കുഞ്ഞുപൊടി തമാശകൾ പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം നമ്മളും ആ ഒരു മോഡിലേക്ക്, ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോവുകയാണ്. നമ്മുടെയും സൗഹൃദങ്ങൾ, കൈപിടിക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ കുറഞ്ഞു വരികയാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഉള്ളത് ചിലപ്പോൾ ഒരുപാട് ദൂരത്തോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോ ഒക്കെ ആയിരിക്കും. ഒന്ന് ചുമരിനോട് ചേർന്ന് നിന്ന് കരയുമ്പോൾ കൂടെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൈപിടിക്കുന്ന ഒരു സുഹൃത്ത് നമുക്ക് ഉണ്ടാവില്ല എപ്പോഴും നാട്ടിൽ അല്ലെങ്കിൽ കൂടെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി വരുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് പാർട്ടം സിൻഡ്രം എന്നൊക്കെ പറഞ്ഞൊരു കാര്യം ചെയ്തായിരുന്നു. അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പ്രസവാനന്തരമായിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാകുന്ന സ്ത്രീകളുടെ ഒരവസ്ഥ. അപ്പോഴും ആൾക്കാരിങ്ങനെ ചോദിച്ചു, പിന്നെ ഇപ്പം അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടോ? കാരണം പണ്ട് 10-12 പ്രസവിച്ചിട്ടുള്ള അമ്മമാരില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് ചേർത്ത് പിടിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് അണുകുടുംബമായിട്ട് വരുന്നതിനോട് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ആ ഒരു വസ്തുത കൂടി വരികയാണ്. ശരിക്കും ഈ ഒരു അവസ്ഥ ഭയാനകരമാണ് എന്നുള്ളതാണ് സത്യം. നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം, കരുതണം, സ്നേഹത്തോടെ നോക്കണം, ചിരിക്കണം എന്നൊക്കെയാണ് ഇതിന് സൊല്യൂഷനായിട്ട് പറയാനുള്ളത്. അപ്പം നമ്മൾ ഒരു വണ്ടിക്ക് ഓപ്പോസിറ്റ് ഒരാൾ വട്ടം വെച്ചു, നമ്മളൊന്ന് ജസ്റ്റ് നോക്കി ചിരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തെറ്റാണെങ്കിൽ ഒന്ന് സോറി പറഞ്ഞൊന്ന് ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ തീരും. അതേസമയം നമ്മൾ ആ ഒരു ദേഷ്യം വെച്ച് ഏതാടാ എന്ന് ചോദിച്ചാൽ, നമ്മുടെ മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് ഏതാടാ എന്ന് ചോദിച്ചിട്ട് ഷോ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദേഷ്യം ഇങ്ങനെ മനസ്സിൽ കിടന്ന് വീണ്ടും ആ ഒരു ട്രിപ്പിനെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് വരും. ചിലപ്പം പുറകിന് ഹോൺ അടിച്ച ഒരാൾ വരുന്ന രീതിയിലേക്ക്, അടിച്ച് പുറകിന് വരുന്ന രീതിയിലേക്ക് അത് മാറ്റിക്കളയും. കാരണം നമ്മൾ അന്നേരം ഒന്ന് ചിരിച്ചിട്ട് സോറി ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു പോകും. അതുപോലെയാണ് പല ബന്ധങ്ങളും, സ്നേഹബന്ധങ്ങളാട്ടെ വിവാഹബന്ധങ്ങളാട്ടെ ഒക്കെയും. അതിൽ ഒന്ന് ചിരിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് എന്തുണ്ട് സുഖമാണെന്ന് ചോദിച്ചാൽ തീരുന്ന, അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന ഷെയർ ചെയ്യുന്ന വിഷമങ്ങളായിരിക്കും പലർക്കുമുള്ളത്. നമ്മൾ എത്ര പേരെ മനസ്സിലാക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. എങ്കിലും നല്ല ബന്ധങ്ങൾ തീർച്ചയായിട്ടും, നല്ല സൗഹൃദങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു സ്റ്റേജിലേക്കൊക്കെ നമുക്ക് പോകാതിരിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ പറയാനായിട്ട് ഒരുപാടൊന്നുമില്ല, എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഫോൺ നമ്മളെ അടിച്ചാക്കിയേക്കുന്നത് നമ്മുടെ കണ്ണ് താഴേക്ക് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ, ആ ലോകത്തിരിക്കുന്ന എവിടെയൊക്കെയോ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കണക്റ്റ് ആയിട്ട് മാത്രം ഇരിക്കുന്നു. നമ്മളുടെ വികാരങ്ങൾക്കൊരു വിലയുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. നിങ്ങൾ ഡിപ്രഷനിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല സുഹൃത്തുക്കളുടെ ഒന്നും സഹായം പൊതുവെ തേടാത്തൊരവസ്ഥയിലേക്ക്, തേടിയാലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മളും അങ്ങോട്ടാണ് പോകുന്നത്. ചിരിക്കാത്ത, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പോകുന്ന, അല്ലെങ്കിൽ ചിരിക്കാൻ നേരമില്ലാത്ത, തമാശ പറയാൻ നേരമില്ലാത്ത ആ ഒരു തലങ്ങളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു അപകടകരമായ മാറ്റമാണ്. ഈ ഡിപ്രഷൻ സ്റ്റേജിനെയൊക്കെ പലരും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മദ്യപാനവും സിഗരറ്റ് വലിയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. വിദേശ രാജ്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രഗ്സ് അടിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മോചനം നേടാൻ വേണ്ടി, മൈൻഡിനെ ഒന്ന് ആനന്ദത്തിലാക്കാനൊക്കെ വേണ്ടി. പക്ഷെ ഒരിക്കലും ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. പുകവലിയൊക്കെ തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഹാനികരമാണ്, ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം നിങ്ങൾ നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കി വെക്കുക, നിങ്ങൾ കുറച്ച് നന്നായിട്ട് ചിരിക്കാൻ നോക്കുക, നിങ്ങളുടെ മൈൻഡിൽ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ വെക്കാൻ നോക്കുക. നടക്കുന്ന എന്ത് കാര്യത്തെയാണെങ്കിലും പോസിറ്റീവായിട്ട്, നല്ലൊരു നാളേക്ക്, അല്ലെങ്കിൽ നല്ല നാളെ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ദൈവം നമുക്ക് തന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ഏതാണെങ്കിലും അദ്ദേഹം ഇങ്ങനെ തന്നത്, അല്ലെങ്കിൽ അവർ ഇങ്ങനെ തന്നത് അതിന് വേണ്ടിയിട്ടാവും എന്ന് കരുതി നമ്മൾ അതിനെ ഒന്ന് ചിരിച്ചുകൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. ശരിക്കും ഈ ഒരു സ്റ്റേജിലുള്ളവർ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് പോകുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർ. നമ്മളൊരു അടുത്ത തലമുറയൊക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ചുറ്റുവീട്ടിലുള്ളവർ ആരാണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രൈവസിയിൽ നമ്മൾ ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. നമ്മൾ കാറിൽ ഇറങ്ങുന്നു, പുറത്തേക്ക് നമ്മൾക്ക് വേണ്ടിടത്തേക്ക് പോകുന്നു, തിരികെ വരുന്നു,
വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. ആ ഒരു മതിൽക്കെട്ടിനുള്ളിൽ പണ്ടൊക്കെ കുട്ടികൾ കളിക്കുന്നതെന്ന് വെച്ചാൽ വേലിക്ക് അപ്പുറം ചാടി അങ്ങനെ അങ്ങ് പോവാം. കാരണം ഈ ഒരു വീട്ടിലെ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ 4 വീടിന് അപ്പുറത്തെ വീട്ടിൽ നിന്നായിരിക്കും അതിനെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേണ്ടി പിടിച്ചുകൊണ്ട് വരുന്നത്. ചിലപ്പോൾ ഇവിടുന്ന് പോലും ആയിരിക്കില്ല ചോറുണ്ണുന്നത്, ആ കളിക്കുന്ന വീട്ടിൽ നിന്നായിരിക്കും ചിലപ്പോൾ ചോറുണ്ണുന്നത്. അവിടുത്തെ അമ്മയും നമുക്ക് അമ്മയാണ്. അങ്ങനെ ഓരോ അമ്മമാരും ഓരോ സഹോദരങ്ങളും ഒക്കെ ഒരുപാട് നല്ല സൗഹൃദങ്ങളെ ചേർത്ത് വെച്ച ഒരുപാട് നല്ല അവധിക്കാലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ലോകമായിരുന്നതും അവൻ്റെ സന്തോഷമായിരുന്നതും. പക്ഷേ ആ ഒരു സന്തോഷത്തിൽ നിന്ന് ഒരുപാട് നീങ്ങി നമ്മൾ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ടോക്സിക് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്തുള്ള ഒരു കുട്ടി മരിച്ചതും ബാക്കിയുള്ള കേസുകളെല്ലാം നമ്മളെടുത്ത് പരിഗണിച്ച് നോക്കിയാലും നമ്മുടെ ഒരു ചിരി മായുന്നതിൻ്റെ ലക്ഷണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന കാരണങ്ങളും, ചിരി മായുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിരിക്കാതിരിക്കുന്നവരെല്ലാം ക്രിമിനൽസ് ആണെന്നല്ല പറയുന്നത്. കാരണം അങ്ങനെയുള്ള വികാരങ്ങൾ, അതായത് സന്തോഷം തരുന്ന ഡോപ്പമിൻ എന്നുള്ള ആ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന വികാരങ്ങളല്ലാതെ നമുക്ക് ദേഷ്യം, ആ ഒരു പക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിൽ കൂടുമ്പോഴത്തേക്ക് അക്രമവാസനയുള്ളവരായിട്ട് ആൾക്കാർ മാറുകയാണ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ എൻഡിൽ ഒരു വലിയ നാശവും നമുക്ക് തമ്മിൽ തിരിച്ചറിയാത്തതും ആ ഒരു നമ്മൾ ഇന്ന് കാത്തു സൂക്ഷിക്കുന്ന എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങളൊന്നുമില്ല, എങ്കിൽ പോലും കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ചിരിയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു വീഡിയോ അങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. കാരണം നമ്മൾക്ക് മനുഷ്യനാണ് സപ്പോർട്ട് വരിക. നാളെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരൊക്കെ ഓടിയെത്തും. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന പേഴ്സണൽ ദുരന്തങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന മാനസികമായ ദുരന്തങ്ങൾക്ക് എത്ര പേര് ഓടിയെത്തും എന്ന് നമുക്കറിയില്ല. കാരണം അത് മറ്റുള്ളവർ പോലും അറിയുന്നുണ്ടാവില്ല. അങ്ങനെയാണ് ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ നിന്നും ഒക്കെ ചിലപ്പം പെട്ടെന്ന് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ചിരിക്കാൻ നോക്കുക. അമ്പലക്കവലകളും ആൽത്തറകളിലും ജംഗ്ഷനുകളിലും ഒക്കെ ആളുകൾ സംസാരിച്ച് ഉല്ലസിക്കുന്ന കാലം ഇനിയും വരട്ടെ. പണ്ടത്തെ പോലെ ചെറിയ ചാരുബെഞ്ചുകളിലിരുന്ന് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ, നന്നായി ചിരിക്കുന്ന, സൗഹൃദങ്ങളെ പങ്കിട്ട് സന്തോഷത്തോടെ പിരിയുന്ന ആ ഒരു ദിവസങ്ങളൊക്കെ ഇനിയും വരട്ടെ. കാരണം നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ചിരിക്കാൻ പഠിക്കട്ടെ. എന്നാലേ നമുക്ക് കുറച്ചുകൂടെ സന്തോഷകരമായിട്ട് ഈ ലോകത്തെ കാണാനും സന്തോഷകരമായിട്ട് ഇരിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് ചിരിക്കാൻ സപ്പോർട്ട് തരുന്ന ആരാണോ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും മറ്റു വീഡിയോകൾ പോയി ചാനലിൽ കാണാനും ശ്രമിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.